ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് LSS ക്ലാസ് 19 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വന്യജീവി സങ്കേതങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. അപ്പോൾ ഈ വീഡിയോയിൽ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ബോണസ് ക്വസ്റ്റ്യന് ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ ഇന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 18 ആണ്. രണ്ടാമത്തെ ചോദ്യം: ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കിയാണ്. 4 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഒന്ന് പെരിയാർ. പെരിയാറിൽ സംരക്ഷിക്കുന്നത് കടുവയാണ്. 2 ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കിയിൽ തന്നെ ഇടുക്കി വന്യജീവി സങ്കേതം എന്നുണ്ട്. ഇനി 3 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. 4 ചിന്നാർ വന്യജീവി സങ്കേതം. ഇത് 4 1 പെരിയാർ, 2 ഇടുക്കി വന്യജീവി സങ്കേതം, 3 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം, 4 ചിന്നാർ വന്യജീവി സങ്കേതം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്: കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഇനി നാലാമത്തെ ചോദ്യം: കേരളത്തിലെ അവസാനത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ അവസാനത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇനി അഞ്ചാമത്തെ ചോദ്യം: പെരിയാർ വന്യജീവി സങ്കേതം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പെരിയാർ വന്യജീവി സങ്കേതം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഉത്തരം നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതം ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അതൊരു വട്ടം കയറിയതാണ്. ഇത് ഞാൻ ഒരു വട്ടം കൂടി എഴുതിട്ടോ, സോറി. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനെ കുറിച്ചാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാടാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഇതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അതും പറമ്പിക്കുളം വന്യജീവി സങ്കേതം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാലും പറമ്പിക്കുളം വന്യജീവി സങ്കേതം തന്നെയാണ്. ഇനി റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ഏക കേരളത്തിലെ വന്യജീവി സങ്കേതം, അതും പറമ്പിക്കുളം വന്യജീവി സങ്കേതം തന്നെയാണ്. ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. നെയ്യാർ. ഇനിയും കുറേ വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് കേട്ടോ. നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ഈ 2 നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം. ഇനി 3 കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് ഏതാണ്? കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് ഏതാണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ. മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അതും മുത്തങ്ങയാണ് കേട്ടോ. രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ്. ഇനി കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? അതും മുത്തങ്ങ വന്യജീവി സങ്കേതം തന്നെയാണ്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇനി മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആനയാണ് സംരക്ഷിക്കുന്നത്. ഇനി മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ. നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഞാൻ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ പോയിട്ടുണ്ട്. കേരളത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചോദിച്ചാലും ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം. കേരളത്തിലെ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കണ്ണൂർ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ആറളം തന്നെയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. ചിന്നാർ. കേരളത്തിലെ ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കിയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. പിന്നെ ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കേരളത്തിലെ കുറിഞ്ഞിമല വന്യജീവി സങ്കേതത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ഏതാണ്? ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി. കേരളത്തിലെ നീലക്കുറിഞ്ഞിമല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കിയിലാണ്. നീലക്കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം നീലക്കുറിഞ്ഞിയാണ്. ഇനി നാലാമത്തെ ചോദ്യം. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതാണ്? കരിങ്കുറിഞ്ഞി. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ്? ഇത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെയാണ്. അത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതമാണ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന.
ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് മലബാർ വന്യജീവി സങ്കേതത്തെ കുറിച്ചാണ് കേട്ടോ. കേരളത്തിലെ മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോടാണ് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ് കേട്ടോ പരിചയപ്പെടുന്നത്. തൃശ്ശൂർ താലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്താണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഉള്ളത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകൾ ആയി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം തെറ്റുണ്ട് കേട്ടോ. ഞാൻ സങ്കേതം എന്നാണ് എഴുതിക്കുന്നത്, സങ്കേതം എന്നാണ് കേട്ടോ. സങ്കേതം ഏതാണ്? ഉത്തരം ഇടുക്കി വന്യജീവി സങ്കേതമാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകൾ ആയി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ചിമ്മിനി വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു വന്യജീവി സങ്കേതം കൂടി പരിചയപ്പെടാനുള്ളൂ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരു വന്യജീവി സങ്കേതം കൂടി പരിചയപ്പെടും കേട്ടോ. ചിമ്മിനി വന്യജീവി സങ്കേതം കേരളത്തിലെ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ മുകുന്ദപുരം, തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരിലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം ഉള്ളത്. ഇനി നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കേരളത്തിലെ കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതായിരുന്നു കഴിഞ്ഞതിൻ്റെ ബോണസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് പിയറി ഡി കുബർട്ടിൻ. കുറച്ച് കട്ടിയുള്ള പേരാണ്, പഠിക്കാൻ കുറച്ച് പാടുണ്ട്. പിയറി ഡി കുബർട്ടിൻ. ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ. പിന്നെ എല്ലാവരും ഇതുവരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും മറക്കാതെ തന്നെ ചെയ്യൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.